നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു വിമാനം കൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ നമ്മുടെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയിരിക്കുന്നത്. എന്തിനു വന്നു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പാണ് F-35 യുദ്ധവിമാനം തലസ്ഥാനത്ത് ഇത്തരത്തിലെത്തുകയും ഇതുവരെയായിട്ട് ആ വിമാനം അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കാത്തതിനെ ചൊല്ലി പല രീതിയിലുള്ള ചർച്ചകളും ദുരൂഹതകളൊക്കെ തന്നെ ഉയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ തന്നെ ഏറ്റവും വലിയ ചരക്ക് വിമാനം തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 1970-കൾ മുതൽ റഷ്യൻ വ്യോമസേനയുടെ ഇൻവെന്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത വിമാനമാണ് ഇല്യൂഷൻ IL-76. 6 മണിക്കൂറിനുള്ളിൽ 5000 കിലോമീറ്റർ ദൂരത്തിൽ 40 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ഹ്രസ്വവും അവ്യക്തവും തയ്യാറാകാത്തതുമായ എയർ സ്ട്രിപ്പുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, സൈബീരിയയിലും സോവിയറ്റ് യൂണിയന്റെ ആർട്ടിക് മേഖലകളിലും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും മോശം കാലാവസ്ഥയെ നേരിടാൻ കഴിവുള്ള ഒരു ചരക്ക് കപ്പലിന്റെ ആവശ്യകത നിറവേറ്റുന്നതിനായി 1967-ൽ ഇല്യൂഷൻ ഈ വിമാനം വിഭാവനം ചെയ്തു. 2022-ൽ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഉക്രൈനിൽ നിന്ന് മടങ്ങുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇല്യൂഷൻ 76 ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനം റഷ്യയിലേക്ക് വിന്യസിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ ഇത് ഗജരാജ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും ചരക്ക് ഗതാഗതത്തിനും സൈനിക നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. 4 ടർബോഫാൻ എഞ്ചിനുകളാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഒരു സമയം 30 മുതൽ 90 വരെ യാത്രക്കാരെ വഹിക്കാൻ ഇതിന് കഴിയും. പരമാവധി വേഗത മണിക്കൂറിൽ 850 കിലോമീറ്റർ ആണ്. ഏകദേശം 15500 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ഇതിന് കഴിയും. 1996-ൽ ഡൽഹിക്ക് സമീപം നടന്ന ഒരു വ്യോമ ദുരന്തത്തിൽ ഒരു ഇല്യൂഷൻ IL-76 വിമാനം ഉൾപ്പെട്ടിട്ടുണ്ട്. 2022-ൽ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനും അന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് റഷ്യയിൽ നിന്നുള്ള പലായന ദൗത്യത്തിനായി റഷ്യൻ വംശജരായ ഇല്യൂഷൻ 76 തന്നെ വിന്യസിക്കാമെന്നാണ് സർക്കാർ തീരുമാനിച്ചത്. അതിർത്തിയിൽ സേനാ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പട്ടാളക്കാരെ എത്തിക്കുന്ന വ്യോമസേന വിമാനമാണ് ഗജരാജ്. 2022 പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്താൻ കേന്ദ്ര സംഘം കേരളത്തിൽ വന്നിറങ്ങാനും ഇതേ വിമാനം തന്നെ ഉപയോഗിച്ചു എന്നതും വ്യോമസേനയുടെ സഹായം തേടിയെന്നതും ഈ ദൗത്യം എത്രമാത്രം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് അന്ന് വ്യോമസേനയുടെ ഗജരാജ് എന്നറിയപ്പെടുന്ന IL-76 വിമാനം ഇറങ്ങിയത്. ഏതായാലും വിമാനത്തിന്റെ ചില സവിശേഷതകൾ ഇതൊക്കെ തന്നെയാണ്. സുഗോയ്സ്, ജാഗ്വാർ, മിഗ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തന്മാരായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും സേനയെ തന്ത്രപരമായ ആഴം ഗജരാജിനാണ് എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ നിർമ്മിത ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഇല്യൂഷൻ അഥവാ IL-76 ആണ് ഇന്ത്യയിൽ ഗജരാജ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഈ റഷ്യൻ നിർമ്മിത വിമാനം വ്യോമസേനയുടെ ഏറ്റവും പഴക്കം ചെന്ന ട്രാൻസ്പോർട്ട് സ്ക്വാഡ്രോണുകളിൽ ഒന്നാണ്. അടുത്തിടെയാണ് ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയിൽ അതിന്റെ 6 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയതും. 1961-ൽ ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ഈ വിമാനം 1962, 1965, 1971 യുദ്ധങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം സജീവമായി പങ്കെടുത്തിരുന്നു. 1971-ലെ യുദ്ധസമയത്ത് ഒരു ട്രാൻസ്പോർട്ട് സ്ക്വാഡ്രോണിനുള്ള അപൂർവ നേട്ടത്തിൽ ശത്രുവിനെതിരെ വിജയകരമായ ബോംബിംഗ് ദൗത്യങ്ങൾ നടത്തിയ യൂണിറ്റ് അതിന് യുദ്ധ ബഹുമതികൾ നൽകിയിരുന്നു. 1985 ഏപ്രിലാണ് സ്ക്വാഡ്രോണിൽ IL-76 ഗജരാജ് വിമാനം പുനഃസ്ഥാപിക്കുകയും മൈറ്റി ജെറ്റ്സ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തത്. ഈ വർഷങ്ങളിലെല്ലാം ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സേനയ്ക്ക് വിദൂര പ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങൾക്കും പിന്തുണയുമായി പറക്കുന്നത് ഗജരാജൻ തുടർന്നു. ഒരു T-72 ടാങ്ക് അല്ലെങ്കിൽ 6.5 ടൺ ഭാരമുള്ള 3 ട്രക്കുകളും ഒറ്റയടിക്ക് വഹിച്ച 4 എഞ്ചിനുകളുള്ള IL-76 വിമാനത്തിന് പറക്കാൻ കഴിയും. കൂടാതെ ഭാരമേറിയതും വലിപ്പം കുറഞ്ഞതുമായ ഒരു കൂട്ടം വാഹനങ്ങളും ഉപകരണങ്ങളും അതിൽ ദീർഘദൂരത്തേക്ക് കൊണ്ടുപോകാനും ഈ വിമാനത്തിന് സാധിക്കും. മൈറ്റി ജെറ്റ്സ് 1,00,000-ലധികം ഫ്ലൈറ്റ് മണിക്കൂർ ലോഗ് ചെയ്തിട്ടുണ്ട്. ഹെവി ലിഫ്റ്റ് എയർക്രാഫ്റ്റുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ സ്ക്വാഡ്രോണിന് അതിന്റെ സേവനത്തിനിടയിൽ നിരവധി തിളക്കങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. 2004-ലെ സുനാമിക്ക് ശേഷം തകർന്ന റൺവേയിൽ ലോകം ചുറ്റി ഉത്തര ധ്രുവത്തിന് മുകളിലൂടെ പറന്ന് കാർ നിക്കോബാറിൽ ഇറങ്ങിയ ഏക ഇന്ത്യൻ യൂണിറ്റ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് പറത്തിയ മൾട്ടി എഞ്ചിൻ ജെറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിനകത്തും പുറത്തും മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനും ഈ സ്ക്വാഡ്രോൺ ജെറ്റുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്തും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സഹായവുമായി ഈ വിമാനങ്ങൾ പറന്നെത്തിയിരുന്നു.
ബീഹാർ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ, അസം, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളും ഇറാൻ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ, യമൻ, നേപ്പാൾ, പുരുഷൻ, അർമേനിയ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലുണ്ടായ വിവിധ പ്രകൃതി ദുരന്തങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോഴും എന്തിനിവിടെ തലസ്ഥാനത്ത് എത്തി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കാം. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് മാറ്റും. വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം എത്തിയ ശേഷം ഇവരെ കൂടി സാന്നിധ്യത്തിലായിരിക്കും മാറ്റുക. 15 വിമാനം റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും 10 ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാനം വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ലെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിമാനത്തിലെ CISFന്റെ സായുധ സുരക്ഷ തുടരുന്നുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ F-35B ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് അറിയിച്ചത്. വിമാനം സുരക്ഷിതമായി ഹാങ്ങറിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതിനുള്ള പ്രത്യേക ഉപകരണം എത്തിക്കും. ഇതിന്റെ സഹായമില്ലാതെ വലിച്ചു മാറ്റിയാൽ കൂടുതൽ തകരാറുകൾക്ക് സാധ്യതയുണ്ട്. അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്നും വക്താവ് പറഞ്ഞു. അറ്റകുറ്റപ്പണി നടത്തേണ്ട 40 അംഗ ബ്രിട്ടീഷ് വിദഗ്ധ സംഘം വരും ദിവസങ്ങളിൽ എത്തും. ഉപകരണവും വിദഗ്ധരും എത്തിയ ശേഷം വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനാണ് തീരുമാനം. 10 ദിവസമായി വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്താണ് വിമാനമുള്ളത്. വിമാനത്തിൽ CISF നൽകുന്ന സുരക്ഷ തുടരുകയാണ്. വിമാനത്താവളം ഉപയോഗിച്ചതിന് ബ്രിട്ടീഷ് അധികൃതർ വാടക നൽകേണ്ടി വരും. എത്ര നിരക്കാണ് ഈടാക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു. HMS പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവിക സേനയുടെ $110 മില്യൺ വില വരുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് ജൂൺ 14 ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത പരിശീലന പറക്കലിനിടെയായിരുന്നു സംഭവം. അടിയന്തര ലാൻഡിംഗിനായി SQUAWK 7700 എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത്. അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത്. ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തി. ലാൻഡിംഗ് ഗിയർ, ബ്രേക്ക് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണ് ഹൈഡ്രോളിക് സംവിധാനം. കൂടുതൽ വിദഗ്ധരെത്തി പരിശോധിച്ചിട്ടും തകരാറ് പരിശോധിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോകുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന ഇന്ത്യൻ അധികൃതരുടെ ആവശ്യം ബ്രിട്ടീഷ് നാവികസേന അംഗീകരിച്ചിരുന്നില്ല. വിമാനത്തിന്റെ സംരക്ഷിത സാങ്കേതിക വിദ്യ 3ാം കക്ഷി അറിയുന്നതിലുള്ള വിമുഖതയാണ് ഹാങ്ങറിലേക്ക് മാറ്റുന്നതിന് തടസ്സമെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടന്റെ അമേരിക്കൻ നിർമ്മിത F-35 യുദ്ധവിമാനം അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം പൈലറ്റ് വിമാനത്തിന്റെ അടുത്തു നിന്ന് മാറാൻ വിസമ്മതിച്ചതും ഇത്തരം സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമാണെന്ന് US നേവിയുടെ മുൻ പൈലറ്റ്, അമേരിക്കൻ എഴുത്തുകാരനും US നാവികസേനയ്ക്ക് വേണ്ടി F/A-18 ഹോർണറ്റ് യുദ്ധവിമാനം പറത്തുകയും ചെയ്തിട്ടുള്ള CW ലെമോയിനാണ് ഇത് സംബന്ധിച്ച് വിശദീകരണവുമായി എത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ സംബന്ധമായ ലേഖനങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിലാണ് ഇതിന്റെ ഒരു ലേഖനം പുറത്തുവിട്ടിരിക്കുന്നത്. ജൂൺ 14 രാത്രി വൈകിയാണ് F-35 വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത്. വിമാനം ഇറങ്ങിയ ശേഷം പരിസരം വിട്ടുപോകാൻ വിസമ്മതിച്ച പൈലറ്റ് മൈക്ക് വിമാനം കാണാവുന്ന തരത്തിൽ കസേരയിട്ടിരുന്ന വിവരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സംഭവം വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. 5ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതികത ഉൾപ്പെടുന്ന ഫൈറ്റർ വിമാനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുമ്പോൾ പൈലറ്റ് പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണിതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കുന്നതിനും അതിലടങ്ങിയിട്ടുള്ള നിഗൂഢ രഹസ്യങ്ങൾ ചോർത്തുന്നത് തടയുന്നതിനും പൈലറ്റിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അത്യാധുനിക സാങ്കേതിക സംവിധാനമുള്ള ലോകത്തിലെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ അമേരിക്കൻ നിർമ്മിത F-35B വിമാനത്തിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാനാവാം ബ്രിട്ടീഷ് നാവികസേന ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് കരുതുന്നത്. F-35B ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ F-35I അദീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുൻനിരയിലുള്ളത്. F-35ലേക്ക് ഇസ്രായേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത്. ഇസ്രായേലിലും ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് പുറമെ ബ്രിട്ടീഷ് റോയൽ എൻഫോഴ്സ്, US മറീൻ കോർ എന്നിവയിൽ നിലവിൽ F-35 ഉപയോഗിക്കുന്നുണ്ട്. F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധത ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരുന്നു.